ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴൊരു പാനിലോട്ട് ഒരു അരക്കപ്പോളം സോയ ചങ്ക്സും പിന്നെ ഒരു 2 മുട്ടയും പിന്നെ കുറച്ച് അരിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ലഞ്ചിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഭയങ്കര ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഈ അരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ ഇവിടെ 1 കപ്പോളം ബിരിയാണി അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞൊന്ന് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് കേട്ടോ വെക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ബിരിയാണി അരി ആയതുകൊണ്ട് 1.5 കപ്പോളം വെള്ളം മതി. നിങ്ങൾ ബസ്മതി റൈസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 1 കപ്പിന് 2 കപ്പോളം വെള്ളമൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരി അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന പാകത്തിന് വേണം ഉപ്പ് ചേർക്കാൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. എങ്കിലും ആദ്യമായിട്ടൊക്കെ പാചകം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ നെയ്യ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ നെയ്യുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് കുറച്ച് നെയ്യ് ചേർത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെയും ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാണ്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് വരുവേ. അപ്പോൾ ഇത് അടച്ച് വെക്കാവേ. അപ്പോൾ ഇത് അവിടെ നിന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സോയാ ചങ്ക്സും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഒരു 1/2 കപ്പോളം മാത്രമേ സോയ ചങ്ക്സ് ഞാൻ ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല വലിയ സോയ ചങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ അവിടെ കിടന്നൊന്ന് വേവട്ടെ. ഇതും വളരെ പെട്ടെന്ന് വെന്തിട്ട് 2-3 മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പം ഇതാണ്ടേ നമ്മുടെ അരിയൊക്കെ ഇപ്പോൾ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കുറച്ച് വെള്ളത്തോടെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവും. കണ്ടോ? അപ്പം ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും റെഡി ആവും കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ സോയ ചങ്ക്സും കൂടെ വെന്തോന്ന് നോക്കാം. നമ്മുടെ സോയ ചങ്ക്സും ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അത് നല്ല പോലെ ഒന്ന് വീർത്ത് ഒന്ന് വന്നിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി കൊണ്ടുവരാം. അപ്പോൾ ദാണ്ടെ ഞാൻ ആ വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നല്ല പോലെ ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്ന് മറക്കാതെ ചെയ്തേക്കണേ. ഇനി നമുക്കിത് ഇങ്ങനെ കൈവച്ച് തന്നെ ഒന്ന് ഒന്ന് അടർത്തി മാറ്റിയിട്ട് കൊടുക്കാം. ഒന്ന് പിച്ചി ചെറിയ പീസസ് ആക്കി മാറ്റാം. ഇല്ല നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഒരൊറ്റ വട്ടം പൾസ് മോഡിലൊന്ന് അടിച്ചാലും മതിയാവും. അപ്പോൾ ഞാൻ കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാവേ. അതിനൊരു പാനൊന്ന് അടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് മാത്രമേ ഓയിൽ ചേർക്കുന്നുള്ളൂ. ഞാനൊരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടുകൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഉഴുന്ന് ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളറിലോട്ട് എത്തണം. അതുവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ആ തവിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ പൊട്ടലും ചീറ്റലും ഒക്കെ. ഇപ്പം കണ്ടോ ആ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 എണ്ണ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ പീസസ് ആയിട്ടൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തേക്കാണ്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ കൂട്ടാൻ വേണമെങ്കിൽ, കാര്യം എരിവിനനുസരിച്ച് കൂട്ടാം കേട്ടോ, നിങ്ങളുടെ ഒരു സ്പൈസ് ലെവലിനനുസരിച്ച്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരുപാട് നേരം ഇട്ട് അങ്ങ് കളറ് മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഒരുപാട് താമസമൊന്നുമില്ല. അപ്പോൾ തന്നെ സവാള ഒന്ന് നമുക്കൊന്ന് ആയിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവം വരെയൊക്കെ ഒന്ന് മതിയാവും. ഒരുപാട് നേരമായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
അപ്പോൾ സവാള ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്തിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം, അതുവരെ അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്ന ആ പരുവം വരെ ഒന്നും എത്തണ്ട, ഇതൊന്ന് വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നത് കൊണ്ട് കറിവേപ്പിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സോയ ചങ്ക്സ് വെച്ചിട്ട് ഇതുപോലൊരു റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനൊക്കെ തോന്നൂല എന്ന് പറയില്ലേ, അതുപോലൊരു ഐറ്റമാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ചിക്കൻ മസാല ആകുമ്പോൾ കുറച്ചും കൂടെ വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റി ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ഒന്ന് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഇനി ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അതായത് നമ്മൾ സോയ ചങ്ക്സ് വേവിച്ചപ്പോഴും അരി വേവിച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിരുന്നു, പക്ഷേങ്കിൽ അല്ലാതെ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയിട്ട് ഞാനൊരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട്, പാൻ്റെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി നീക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലെങ്കിൽ ഈ സ്പേസ് ഉള്ള സ്ഥലത്ത് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ. ഞാനിവിടെ 2 ചേർക്കുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ മുട്ടയ്ക്ക് ആവശ്യത്തിന് മാത്രം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ പീസസ് ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ വെന്തിട്ട് ചിക്കി എടുത്താൽ മതി. ഞാനിതിപ്പോൾ അത്ര വലിയ പീസൊന്നും കിട്ടുന്ന രീതിയിലല്ല ചിക്കി എടുക്കുന്നത്. ആദ്യം ആ മുട്ടയൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് പിന്നീട് എല്ലാം കൂടെ ചേർത്തങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാവും. ഇനി ഇത് എല്ലാം കൂടെ ചേർത്തൊന്നങ്ങ് മിക്സാക്കി ആ മുട്ടയൊക്കെ നല്ലപോലെ ഒന്നങ്ങ് വെന്ത് വരണം, അതുവരെയും ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ റൈസ് ഒന്നും ചേർക്കാതെ ഇതിങ്ങനെ മാത്രം റെഡിയാക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ നല്ല പോലെ അതങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ടയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം, അതുവരെയും ഒന്ന് വഴറ്റി എടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ റൈസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക്, ഞാൻ ഈ ബിരിയാണി അരിയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ബിരിയാണി അരിക്ക് പകരം നിങ്ങൾക്ക് പൊന്നിയരിയിൽ ഇതുണ്ടാക്കാം. പൊന്നിയരി ചേർക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയുന്നത് വരെ വേവിക്കാതെ ഒരു 1/4 ഭാഗത്തോളമൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് അത് ഊറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് അരിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
ഇപ്പോൾ ദാണ്ട കണ്ടോ, ഞാൻ എല്ലാം നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് ആവിയേറ്റി എടുക്കണം. ചോറിനകത്ത് ആ മസാലയൊക്കെ നല്ലപോലെ അങ്ങ് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മതിയാവും. അതുവരെ ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇപ്പോൾ ദാണ്ട 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ്. നല്ല മണമൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. നല്ല ഹെൽത്തിയുമാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കാത്തവർ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.